ഹായ് നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കുവൈത്തിലുണ്ടായ തീപിടുത്തത്തിൽ 24 മലയാളികൾ മരിക്കുകയുണ്ടായി. അതിൽ കൂടുതൽ മലയാളികൾ മരിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് വരുന്നത്. ഇന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ആ മരിച്ച സഹോദരങ്ങളെ എല്ലാവരെയും കൊണ്ടുവന്നു. ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ കൊണ്ടുവന്ന മയ്യത്തിന് യാതൊരുവിധ ഒരു റെസ്പോണ്ടും കൊടുക്കാത്ത രീതിയിൽ അമണമൂഞ്ചി നിൽക്കുന്ന പോലെയാണ് നിന്നത്. മറ്റ് മന്ത്രിമാരൊക്കെ കൈകൂപ്പി വളരെ വന്ദനയോടുകൂടി അവർ നിൽക്കുകയും ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരോട് സഹകരണമുണ്ടെങ്കിലേ അത് ഉള്ളിൽ നിന്ന് പുറത്തു വരും. വെറും പണത്തിൻ്റെ പിന്നാലെ ഓടി നടക്കുന്ന ആ ചിന്തയിൽ നടന്നാൽ ആർക്കും ഒരു മനുഷ്യനെയും ഒരു വിലയും കാണത്തില്ല. പിന്നെ ഈ മരിച്ച സഹോദരങ്ങൾക്ക് ആ ലേബറിൻ്റെ ഉടമസ്ഥൻ, ലേബർ കമ്പനിയുടെ ഉടമസ്ഥൻ, അയാൾ കൊടുത്തത് 8 ലക്ഷം രൂപയാണ്. യൂസഫ് അലി കൊടുത്തു 5 ലക്ഷം. അതുപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് ഒരു 5 ലക്ഷം രൂപ കൊടുത്തു. മറ്റ് ചില ആളുകൾ 2 ലക്ഷം, 1 ലക്ഷം അങ്ങനെയൊക്കെ ആയിട്ട് കൊടുത്തു. ഈ KG എബ്രഹാം എന്ന് പറയുന്ന ഈ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ തലവൻ, ആ വ്യക്തിക്ക് 4000 കോടി രൂപയുടെ ആസ്തിയുണ്ടെന്നാണ് അറിവ്. കുവൈത്തിലുണ്ടായ അപകടത്തിൽ ഇനി 200 പേരുണ്ടാവട്ടെ, 1 കോടി രൂപ വെച്ച് ആ വ്യക്തികൾക്ക്, ആ പാവപ്പെട്ട ആ വ്യക്തികൾക്ക് കൊടുത്താൽ ഈ KG എബ്രഹാമിന് എന്താണ് നഷ്ടപ്പെടാനുള്ളത്? ആ വ്യക്തി കൊടുത്ത 8 ലക്ഷം രൂപ എന്ന് പറയുന്നത് അവരുടെ കമ്പനിയിൽ പിരിഞ്ഞു പോകുന്ന വർഷങ്ങളുടെ കണക്കാക്കിയാണ് ആ 8 ലക്ഷം രൂപ കൊടുക്കാൻ അയാൾ സമ്മതിച്ചത്. പക്ഷേ ഈ മരണപ്പെട്ട വ്യക്തികൾക്ക് 1 കോടി രൂപ തീർച്ചയായും KG എബ്രഹാം കൊടുത്തിരിക്കണം. ഇല്ലെങ്കിൽ മലയാളികളുടെ ആ തനി നിറം KG എബ്രഹാം വരും ദിനങ്ങളിൽ കാണേണ്ടി വരും. വളരെ വിനയത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. സഹകരിച്ചാൽ എല്ലാവർക്കും നല്ലത്.